ഹരേ കൃഷ്ണ. നാരായണീയ ദിനമായ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെ കേശാദിപാദ വർണ്ണന വിവരിക്കുന്ന 100ാമത്തെ ദശകം വായിക്കുന്നതിന് ആ 100ാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളെ പദച്ഛേദം നടത്തി വായിക്കുവാൻ ഉള്ള ഒരു ശ്രമം, അത് എല്ലാവർക്കും വായിക്കുവാൻ സഹായകമാകുന്ന വിധത്തിൽ ഒന്ന് പറയാമെന്നാണ് കരുതുന്നത്. സുകൃതിയായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് 100 ദശകങ്ങൾ എഴുതി തീർത്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഈ നാരായണീയ ഗ്രന്ഥം സമർപ്പിച്ച് വാതരോഗത്തിൽ നിന്നും മുക്തി നേടിയ ദിനമായിട്ടാണ് നാരായണീയ ദിനം കണക്കാക്കപ്പെടുന്നത്. ഈ ഒരു ദിനത്തിൽ നാരായണീയം മുഴുവൻ വായിച്ച് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നല്ലത് തന്നെ. അതുമല്ലെങ്കിൽ ഭഗവാന്റെ കേശാദിപാദ വർണ്ണന ഭഗവാനെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആ രൂപത്തെ വർണ്ണിച്ചുകൊണ്ടെഴുതിയ 100ാമത്തെ ദശകം വായിച്ച് ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അതും ഒരു പുണ്യം. അത്രയെങ്കിലും ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ, ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 100ാമത്തെ ദശകത്തിലെ ഓരോരോ ശ്ലോകങ്ങളും പദാനുപദം പറഞ്ഞുകൊണ്ട് അർത്ഥവിചാരം ചെയ്യുന്നില്ല. അതിന് സമയമേറെ വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ അർത്ഥവിചാരം ചെയ്യാതെ പദാനുപദം പദച്ഛേദം നടത്തി ഒന്ന് എങ്ങനെ അത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. എന്നിട്ട് 100ാമത്തെ ദശകം വായിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നു. ഒക്കെ ഭഗവാൻ എന്ത് സങ്കല്പിച്ചിരിക്കുന്നുവോ, ഭഗവാൻ എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഉള്ളവൾക്കറിയില്ല. ഈ എളിയവളെ കൊണ്ട് ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ദശകം 100 കേശാദിപാദ വർണ്ണനം. 1ാമത്തെ ശ്ലോകം വായിച്ചിട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നോക്കാം. പദങ്ങളൊന്ന് പിരിച്ച് പറയാൻ ശ്രമിക്കാമെന്ന് കരുതുന്നു. അതിനുശേഷം അങ്ങനെ ഓരോ ശ്ലോകങ്ങളായിക്കൊണ്ട് ഈ ദശകത്തിലെ 11 ശ്ലോകങ്ങൾ നമ്മളൊന്ന് വിചാരം ചെയ്തിട്ട് നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം ഭഗവാന്റെ പാദങ്ങളിൽ 100ാമത്തെ ദശകം എന്നാണ് കരുതുന്നത്. അറിയില്ല, ഭഗവാൻ എന്ത് നിശ്ചയിച്ചിരിക്കുന്നോ അതുപോലെ നടക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് 1ാമത്തെ ശ്ലോകം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസതുപനിഷത് സുന്ദരീമണ്ഡലൈശ്ച. നമുക്ക് ഈ ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പദങ്ങൾ ആദ്യം നോക്കാം. ആദ്യത്തെ വരിയിൽ നിബിഡതരകളായാവലീലോഭനീയം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. നിബിഡതര കളായാവലി ലോഭനീയം, അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. എങ്കിലും അത് പിരിക്കാതെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. അടുത്തത് പീയൂഷാപ്ലാവിതോഹം, അവിടെ പീയൂഷ ആപ്ലാവിത അഹം ആണ്.
എങ്കിലും പിരിക്കണ്ട. പക്ഷെ പീയൂഷാപ്ലാവിത, അത് ആകാരം നീട്ടി തന്നെ എടുക്കുക. പീയൂഷാപ്ലാവിതോഹം. അടുത്തത് അതേ വരിയിൽ തതുദരേ, തത് ഉദരയാണ്, തതുദരേ. അപ്പം തതുദരേ, ഉദരേ എന്നുള്ളത് വരത്തക്ക വിധത്തിൽ വായിക്കുക. അടുത്തത് താരുണ്യാരംഭരമ്യം. മൂന്നാമത്തെ വരിയിൽ താരുണ്യ ആരംഭരമ്യമാണ്. അതായത് ആ യുവത്വത്തിൻ്റെ തുടക്കം അത്രമാത്രം ഭഗവാന്റെ മേനിയുടെ അഴക് വർണ്ണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ താരുണ്യ, ആ ഒരു താരുണ്യം, അതിൻ്റെ ആ ഒരു യൗവനത്തിൻ്റെ ആരംഭരമ്യം, അതാണ് താരുണ്യാരംഭരമ്യം. പിന്നെ അടുത്തത് പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ ആവീതം. അവിടെ അത് മുഴുവൻ ചേർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈ എന്നെടുത്തുകൊണ്ട് താഴെ ആവീതം എന്ന് എടുക്കാം. അല്ലെങ്കിൽ അത് ചേർത്തെടുക്കുക, പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം. പിന്നെ അടുത്തത് നാരദാദ്യൈർ വിലസത ഉപനിഷത്ത്. നാരദാദ്യൈഹി വിലസത ഉപനിഷത്ത്. അതുപോലെ സുന്ദരീ മണ്ഡലൈഹ ച. ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ്. അത് അത്രയും കൂടി വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നാരദാദ്യൈർ വിലസത് ഉപനിഷത്ത് എന്നെടുത്തുകൊണ്ട് സുന്ദരീ മണ്ഡലൈശ്ച എന്ന് വായിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. നമ്മൾ അർത്ഥം പറയാതെ പോകുന്നത് ആ ഒരു സമയക്കുറവ് കൊണ്ടാണ്. രണ്ടാമത്തെ ശ്ലോകം നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തംസാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈ മന്ദാരസ്രഗ്നിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ബാലബാലേന്ദുവീഥീം. ഇനി നമുക്ക് ആ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ കുഞ്ചിതാഗ്രം, കുഞ്ചിത അഗ്രമാണ്, അതായത് ചുരുണ്ടത്. ആ കേശപാശത്തിൻ്റെ ഒരു വർണ്ണനയാണ്. ചുരുണ്ട അഗ്രങ്ങളോട് കൂടിയ ഭഗവാന്റെ ആ ഒരു നീലത്തിരുമുടി. പിന്നെയോ ഘനമമലതരം, ഘനം അമലതരമാണ്. അപ്പോൾ ഘനമമലതരം, അവിടെ ഘനം എന്നുള്ളതിൻ്റെ മായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് രത്നോത്തംസാഭിരാമം, രത്ന ഉത്തംസ അഭിരാമം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് രത്നോത്തംസാഭിരാമം. അപ്പോൾ രത്നോത്തംസ അഭിരാമമായതുകൊണ്ട് ആ അകാരം നീട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വലയിതമുദയ ചന്ദ്രകൈ. അവിടെ വലയിതം ഉദയ ചന്ദ്രകൈ ആണ്. അവിടെ വലയിതമുദയ, അവിടെ മായ്ക്ക് ഉകാരം ശ്രദ്ധിക്കുക, അവിടെ വിസർഗം ശ്രദ്ധിക്കുക. അടുത്തത് പിഞ്ചജാലൈ, അവിടെയും വിസർഗമുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് തവ പൃഥുകബരീഭാരമാലോകയേഹം. അവിടെ പൃഥു കബരീഭാരം ആലോകയേ അഹം ആണ്. പൃഥു കബരീഭാരം ആലോകയേ അഹം. അപ്പോൾ ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നുണ്ട്. അതുകൊണ്ട് പൃഥു കബരീഭാരമാലോകയേഹം. അവിടെ ആ പൃഥു കബരീഭാരമാലോകയെ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക.
പിന്നെ അടുത്തത് സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാമപി. അവിടെ സ്നിഗ്ധ ശ്വേത ഊർധ്വപുണ്ട്രാം അപി, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നുണ്ട്. സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാം പുണ്ട്രാമപി, അവിടെ ഊർധ്വപുണ്ട്രാമപി, അവിടെ ശ്രദ്ധിക്കുക. സ്നിഗ്ധശ്വേതോർധ്വപുണ്ട്രാമപി, ആ അപി എന്നുള്ളതിൻ്റെ മായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഇത് ഇത്രയുമാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈരാനീല സ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരമാമുക്തതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. ഇനി അടുത്തത് ഭഗവാന്റെ കണ്ണുകളെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഇവിടെ പറയാണ്, ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈരാനീല. കുറച്ച് വലിയൊരു പദമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് സമസ്ത പദമാണ്, പല വാക്കുകൾ ചേർത്ത് വന്നിരിക്കുകയാണ്. പൂർണ്ണ അനുകമ്പ അർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസൈർ ആനീല. കുറച്ചധികം വാക്കുകളുണ്ട്. പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈരാനീല. ഇവിടെ പൂർണ്ണാനുകമ്പ, അതുകൊണ്ട് തന്നെ പൂർണ്ണ അനുകമ്പ, അവിടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി, അർണവം, അതും ശ്രദ്ധിക്കുക. പിന്നെ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈ. ഇനി ഇത് മുഴുവനും കൂടി ചേർത്ത് വായിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി പറയട്ടെ. എന്നാൽ പോലും ആദ്യത്തെ വരിയും 2ാമത്തെ വരി അതങ്ങനെ ചേർത്ത് എടുക്കേണ്ടതുണ്ട്. പൂർണ്ണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈ, അവിടെ ഒരു വിസർഗം കൊടുത്തുകൊണ്ട് ഭ്രൂവിലാസൈ എന്ന് നിർത്തിക്കൊണ്ട് താഴെ ആനീല എന്ന് എടുക്കാവുന്നതാണ്. സ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം, അവിടെ അതും ഇതേപോലെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു പദം തന്നെയാണ്. സ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം. ഇവിടെ ഭഗവാന്റെ പുരികങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം. പക്ഷെ പദങ്ങൾ പിരിക്കണ്ട, അതങ്ങോട്ട് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് സാന്ദ്രഛായം വിശാലാരുണ കമലദളാകാരമാമുക്തതാരം. അവിടെ വിശാലാരുണ കമലദളാകാരം ആമുക്തതാരം, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ ചേരുന്നുണ്ട്. വിശാല അരുണ കമലദളാകാരം, വിശാലമാണ്, അരുണമാണ്, കമലദളാകാരമായിട്ടുള്ള ഭഗവാന്റെ ആ കണ്ണുകൾ. ആമുക്തതാരം. ഇനിയും അവിടെയും ശ്രദ്ധിക്കേണ്ട വിശാലാരുണ കമലദളാകാരം ആമുക്തതാരം. ആ എന്നുള്ളത് മായ്ക്ക് ആകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് കാരുണ്യാലോകലീലാശിശിരിത ഭുവനം. കാരുണ്യ ആലോകാണ്, അതുകൊണ്ട് കാരുണ്യാലോകലീലാശിശിരിത ഭുവനം. ശിശിരിത എന്നുള്ളത് കുളിർമയേകുന്നതാണ്. ഭഗവാന്റെ കണ്ണുകൾക്കൊരു കുളിർമയുണ്ട്. നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്നതാണ് ഭഗവാന്റെ കണ്ണുകൾ. ആ ഒരു ഭഗവാന്റെ ആ ഒരു ദർശനം, ആ കണ്ണുകളുടെ ആ ഒരു നോട്ടം നമ്മളിലൊന്ന് പതിയുകയേ വേണ്ടൂ. എല്ലാ ദുഃഖങ്ങളും എല്ലാ സങ്കടങ്ങളും മഞ്ഞുപോലെ ഉരുകിപ്പോകും.
ശിശിരിത ഭുവനം. ഈ ഭുവനത്തെ തന്നെ കുളിർമയണിയിപ്പിക്കുന്ന ആ ഭഗവാന്റെ നോട്ടത്തിൻ്റെ കണ്ണുകളുടെ ആ ഒരു മഹിമയാണ്, മഹത്വമാണ്, സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്നിട്ടോ ക്ഷിപ്യതാം മയ്യനാഥേ. ഇവിടെ മൈ അനാഥേ, അവിടെ അകാരം എടുത്തു പറയാൻ ശ്രദ്ധിക്കുക. മൈ അനാഥയാണ്. അപ്പോൾ മയ്യ അനാഥേ, ആ മൈ എന്ന് വരുന്നിടത്തൊരു മയ്യ അനാഥേ, അവിടെ ഒരു അകാരം കൂടി കൊടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ അനാഥര് തന്നെയാണ്. അത് ഭഗവാനോട് ചേരുമ്പോൾ അനാഥരാണ് ഏറ്റവും വലിയ സനാഥർ. കാരണം രണ്ട് തരത്തിൽ നോക്കിയാലും അനാഥർ തന്നെയാണ് സനാഥർ എന്ന് കാണാം. സനാഥർ എന്ന് കരുതുന്നവരൊക്കെ അനാഥരുമാണ്. അല്ലാത്തവരെയാണ് നമ്മൾ അനാഥരെന്ന് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ തുണയാവൂ. ഇനിയും അനാഥ എന്നുള്ളതിന് ആ നാഥയാണ് അല്ലേ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, അക്ഷരാണാം അകാരോസ്മി. ഭഗവാൻ ആരാണ്? അകാരമാണ്. അങ്ങനെയാണെങ്കിൽ അകാരം നാഥയായിട്ടുള്ള അല്ലെങ്കിൽ നാഥനോട് ചേർന്ന് നിൽക്കുന്നവരാണ് അനാഥൻ അല്ലെങ്കിൽ അനാഥ. അതായത് നമ്മളൊക്കെ അനാഥരാണ്. ഭഗവാൻ നമ്മളോട് ചേരുമ്പോൾ മാത്രമാണ് നമ്മളൊക്കെ സനാഥരായി മാറുന്നത്. അല്ലെങ്കിൽ അനാഥരാണെന്ന തിരിച്ചറിവാണ് ഭഗവാൻ നമ്മളെ ചേർത്ത് വെക്കുന്നത്, നമ്മളെ സനാഥരാക്കുന്നത്. ഇനി അടുത്തത് ഭഗവാന്റെ നാസികകളെക്കുറിച്ചുള്ള വർണ്ണനമാണ്. നാസികകളെക്കുറിച്ചുള്ള വർണ്ണനത്തോടുകൂടി ഭഗവാന്റെ ആ സുന്ദരമായ മന്ദഹാസം, ആ ഒരു മൃദുവായിട്ടുള്ള ആ ഒരു സ്മിതത്തെ കൂടി ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപംക്തിസ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ. ഇനി ഈ ഒരു ശ്ലോകം ശ്രദ്ധിക്കേണ്ടത് പദങ്ങൾ നോക്കാം. ഉത്തുംഗോല്ലാസിനാസം. ഉത്തുംഗ ഉല്ലാസി നാസമാണ്. ഉയർന്ന മൂക്കുകൾ അല്ലെ, ഉയർന്ന് വളഞ്ഞ മൂക്കുകളാണ് ഭഗവാന്റേത്. പിന്നെയോ ഹരിമണി മുകുര പ്രോല്ലസദ് ഗണ്ഡപാളി വ്യാലോലത്. ഹരിമണി മുകുര, ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലമാണ്. ഹരിമണി മുകുര, മുകുര എന്നാൽ അതിന് തുല്യമായിട്ടുള്ളത്. പ്രോല്ലസദ് ഗണ്ഡപാളി വ്യാലോലത്. പ്രോല്ലസദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉല്ലസിക്കുന്നത്. ഗണ്ഡപാളി വ്യാലോലത് എന്ന് പറഞ്ഞാൽ, ഗണ്ഡപാളി എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങൾ, ഭഗവാന്റെ ആ സുന്ദരമായ കവിൾത്തടങ്ങൾ. അവിടെയാകട്ടെ വ്യാലോലത്, അങ്ങനെ ചാഞ്ചാടിക്കളിക്കുന്ന, അങ്ങനെ ആടിക്കളിക്കുന്ന കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം. കർണപാശാഞ്ചിത, ഇവിടെ ഭഗവാന്റെ കാതിലെ മകരകുണ്ടലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കർണപാശാഞ്ചിത മകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം. ദീപ്രം എന്നാൽ പ്രകാശിക്കുന്നത്. ആ മകരകുണ്ടലങ്ങളുടെ കാന്തിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ മകരകുണ്ടലങ്ങളുടെ കാന്തി, ഭഗവാന്റെ കാതുകളിലെ മകരകുണ്ടലങ്ങളുടെ കാന്തി ആ കവിൾത്തടത്തിൽ പോലും ഒരു അരുണിമ ചാർത്തുന്നുണ്ട്. എന്ത് ഭംഗിയാണ് ഭഗവാന്റെ ആ കവിൾത്തടങ്ങൾ കാണാൻ, എന്തൊരു ശോഭയാണ് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവിടെ അടുത്തത് പറയാണ് ഉന്മീലദന്ത. ഉന്മീലത ദന്ത, ഇങ്ങനെ രണ്ട് വാക്കുകളാണ്. ഇനി പല്ലുകളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ രണ്ട് വാക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ ദ കൂട്ടക്ഷരമാണ്. ഉന്മീലദന്ത പങ്ക്തിസ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത. അവിടെ ഒന്നുകിൽ അതങ്ങനെ അവിടെ ബിംബാധരാന്ത എന്നവിടെ നിർത്താം, അതല്ലെങ്കിൽ അതിനോട് ചേർത്ത് താഴത്തെ വരിയും കൂടി വായിക്കാവുന്നതാണ്. ഇനി പങ്ക്തി സ്ഫുരത അരുണതര ഛായ ബിംബ അധരാന്ത, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്.
പങ്ക്തി സ്ഫുരത് അരുണതര ഛായ ബിംബ അധരാന്ത. അപ്പോൾ ആ വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ പങ്ക്തി സ്ഫുരത് അരുണതര ഛായ ബിംബ അധരാന്ത. അധരാന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം വക്ത്രമുദ്ഭാസതാമേ. പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം എന്ന് പറഞ്ഞാൽ വളരെയേറെ നമ്മളെ പ്രീതിപ്പെടുത്തുന്നതാണ്, നമ്മളെ അങ്ങനെ തൃപ്തരാക്കുന്നതാണ്. നമുക്ക് പിന്നെ ആ മന്ദസ്മിതം കണ്ടാൽ എല്ലാമായി, എല്ലാം നിറഞ്ഞു എന്നുള്ള തോന്നലുണ്ടാക്കുന്ന ഭഗവാന്റെ ആ മധുരതരമായ മന്ദസ്മിതം വക്ത്രമുദ്ഭാസതാമേ. വക്ത്രം ഉദ്ഭാസതാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വക്ത്രമുദ്ഭാസതാം. അവിടെ മായ്ക്ക് ഉകാരം കൊടുത്ത് വായിക്കുക, വക്ത്രമുദ്ഭാസതാമേ. ഇനി അടുത്ത നമുക്ക് 5-ാമത്തെ ശ്ലോകം. ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാശോണപാണിപ്രവാളേനോപാത്താം വീണുനാളീം പ്രസൃതനഖമയൂഖാങ്കുലീ സംഗസാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥീം. വളരെ സുന്ദരമായ വർണ്ണനയാണിവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനെ അവിടുത്തെ രൂപത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് കൈകളിലെ ആ ഒരു വേണുവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. രത്നോജ്വല വലയഭൃത, രത്ന ഉജ്വല വലയഭൃത, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നുണ്ട് അവിടെ. അടുത്തത് ശോണപാണിപ്രവാളേനോപാത്താം. ഇവിടെ ശോണപാണിപ്രവാളേന ഉപാത്താം, ഇങ്ങനെയാണ് അതിൻ്റെ വാക്കുകൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ശോണപാണി എന്ന് പറഞ്ഞാൽ ശോണം എന്നാൽ ചുവപ്പ് നിറത്തിലുള്ള ആ തളിരിലകളുടെ ഒരു നല്ലൊരു ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ ഭഗവാനെ അവിടുത്തെ കരങ്ങളിൽ എന്താ പ്രവാളേനോപാത്താം, പ്രവാളേന ഉപാത്താം. ഉപാത്താം എന്ന് പറഞ്ഞാൽ അതങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഭഗവാനെ അവിടുന്ന് എന്താ ആ മുരളിക അങ്ങനെ കൈകളിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ വേണുനാളിയും പ്രസൃത നഖമയൂഖാങ്കുലീ സംഗസാരാം. പ്രസൃത നഖ മയൂഖ അങ്കുലീ സംഗസാരാം, ഇതാണ് വാക്കുകൾ. പ്രസൃത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസ്ഫുരിക്കുന്ന. അപ്പോൾ പ്രസൃത നഖ മയൂഖാങ്കുലീ സംഗസാരാം, മയൂഖ അങ്കുലീ സംഗസാരാം, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. പിന്നെ കൃത്വ വക്ത്രാരവിന്ദേ, വക്ത്ര അരവിന്ദയാണ് വക്ത്രാരവിന്ദേ. സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം. സുമധുര വികസത് രാഗം ഉദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈഹി ത്വം. ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ്. സുമധുര വികസദ്രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം. സുമധുര വികസത്, വക്ത്രാരവിന്ദേ നമ്മൾ പറഞ്ഞു എന്ന് കരുതുന്നു. വക്ത്ര അരവിന്ദേ, ആ ഭഗവാനെ അവിടുത്തെ ആ ഒരു മുഖമാകുന്ന ആ ഒരു കമലദളത്തിൽ. സുമധുര വികസത്, നമുക്ക് മലയാളവുമായി ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. എങ്ങനെ രാഗം ഉദ്ഭാവ്യമാനേ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം. ഉദ്ഭാവ്യമാനേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭഗവാനെ ഈ ഒരു അങ്ങയുടെ ഒരു വേണുനാദം ഇങ്ങനെ ലോകത്തെ തന്നെ പ്രകാശിപ്പിക്കുന്നതാണ് അങ്ങയുടെ ആ ഒരു വേണുഗാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ രാഗം എങ്ങനെ ശബ്ദ ബ്രഹ്മാമൃതൈ, അത് അമൃതമാണ്, ബ്രഹ്മമാകുന്ന അമൃതമാണ് ഭഗവാനെ. അവിടുത്തെ ആ ഒരു
വേണുഗാനം, ആ രാഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ത്വം ശിശിരിത ഭുവനേ സിഞ്ചമേ കർണവീഥിം. ശിശിരിത ഭുവനേ എന്ന് പറഞ്ഞ, ശിശിരിത എന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞു കുളിർപ്പിക്കുന്ന, ഭുവനേ 3 ലോകങ്ങളെയും, സിഞ്ചമേ സിഞ്ചമേ, മേ എന്നാൽ എന്നെ, സിഞ്ച മേ എൻ്റെ, സിഞ്ച എൻ്റെ, എൻ്റേതിനെയും കുളിർപ്പിക്കണം. എന്തിനെ? കർണവീഥിയും, എൻ്റെ കാതുകളെയും ഭഗവാനെ. അങ്ങയുടെ ഈ വേണുഗാനം, വേണുരാഗം എന്ന് പറയുന്നത് ഈ 3 ലോകങ്ങളെയും കുളിർപ്പിക്കുന്നതാണ്, അതിന് കുളിർമയേകുന്നതാണ്. അതെൻ്റെ കാതുകളെയും കുളിർപ്പിക്കണമേ. ഇനി അടുത്തത് 6-ാമത്തെ ശ്ലോകം. ഉത്സർപ്പത് കൗസ്തുഭശ്രീദധിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസലൈനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. ഇനി ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൗസ്തുഭ ശ്രീ തതിഭി അരുണിതം, ഇങ്ങനെ കൗസ്തുഭശ്രീ തതിഭിരരുണിതം, തതിഭിഹി അരുണിതമാണ്. ഇത്രയും വാക്കുകൾ. തതിഭി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാന്തി ഭഗവാനെ. ഇനിയും ഭഗവാന്റെ ആ വക്ഷസ്ഥലത്തെക്കുറിച്ച്, വനമാലയെക്കുറിച്ചൊക്കെയുള്ള വർണ്ണനയാണ് ഈ ഒരു ശ്ലോകത്തിൽ ചെയ്തിരിക്കുന്നത്. കൗസ്തുഭ ശ്രീ തതിഭി, തതിഭി അതിൻ്റെ ആ ഒരു കാന്തി, അരുണിതം എന്നാൽ ചുവന്നത്. അപ്പോൾ അങ്ങനെയുള്ള, പിന്നെ കോമളം കണ്ഠദേശം വക്ഷ ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം. തരളതരം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് ഭഗവാനെ. അവിടുത്തെ ആ മാലകൾ തമ്മിൽ ഒന്ന് തമ്മിൽ ഇഴുകിച്ചേർന്ന് അവിടുത്തെ ദേഹത്ത് ചേർന്നിരിക്കാൻ പറ്റിയതിൻ്റെ ഒരു ഭാഗ്യത്തെ തമ്മിൽ അങ്ങനെ കൊഞ്ചിക്കൊണ്ട് പറയുന്നു. അവിടുത്തെ കഴുത്തിൽ കിടക്കുന്ന രത്നമാലകൾ, വനമാല, അവിടുത്തെ കൗസ്തുഭമണി, ഇവയിൽ ആർക്കാണ് ഭാഗ്യം കൂടുതലെന്നറിയില്ല ഭഗവാനെ. അവിടുത്തെ ആ വക്ഷസ്ഥലത്തോട് ചേർന്നിരിക്കാൻ അവർ തമ്മിൽ ഒരു മാത്സര്യ ബുദ്ധി ഉണ്ടോ എന്നറിയില്ല. പരസ്പരം കൊഞ്ചിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഭാഗ്യം. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. കൗസ്തുഭശ്രീ തതിഭിരരുണിതം. അത് അരുണിതം എന്ന് പിരിക്കണ്ട, നമ്മൾ പദം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചേർത്ത് തന്നെ വായിക്കുക. കൗസ്തുഭശ്രീ തതിഭിരരുണിതം. രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് തരളതര സമുദ്ദീപ്രഹാരപ്രധാനം. അതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സമുദ്ദീപ്ര എന്ന് പറഞ്ഞാൽ, അത് ദീപ്രം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കാന്തി ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സമുദ്ദീപ്രം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശോഭയോടുകൂടി മിന്നിത്തിളങ്ങുന്ന ഹാരപ്രധാനം. ഇവിടെ മുത്തുമാലകൾ, ഭഗവാന്റെ കഴുത്തിൽ എത്രയാ മുത്തുമാലകൾ. ആ മുത്തുമാലകളും അങ്ങനെ കൊഞ്ചി അതിൻ്റെ ഭാഗ്യത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെയോ നാനാവർണ്ണ പ്രസൂന ആവലി കിസലൈനീം. അതത്രയുമാണ് ഒരു വാക്ക് വരുന്നത്. നാനാവർണ്ണ പ്രസൂന ആവലി കിസലൈനീം. പലതരത്തിലുള്ള, പ്രസൂനം എന്നാൽ പൂക്കൾ കൊണ്ട് ആവലി ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ അതിങ്ങനെ കോർത്ത് ചേർക്കപ്പെട്ട കിസലൈനീം. അതായത് അത് ഈ പലതരത്തിലുള്ള പൂക്കൾക്കിടയിൽ ചില തളിരിലകൾക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് കിസലൈനീം. അങ്ങനെയുള്ള വന്യമാലാം, ആ വനമാല അങ്ങനെ ശോഭിക്കുന്നു. എങ്ങനെ? വിലോലല്ലോലംബാം. ഇവിടെ വിലോലത ലോലംബാം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. അവിടെ ത എന്നുള്ള ത ലോപിച്ച് ല കൂട്ടക്ഷരമാകുന്നതാണ്. വിലോലല്ലോലംബാം. അവിടെയും ശ്രദ്ധിക്കുക, ചില ഗ്രന്ഥങ്ങളിൽ അത് തെറ്റായിട്ട് ലോലാംബാം എന്ന് വന്നിട്ടുണ്ടാവാം. അങ്ങനെയല്ല,
വിലോലല്ലോലംബാം. ലോലംബാമാണ് അത്രയും നീളത്തിൽ, ലംബമായിട്ടെന്ന് പറഞ്ഞാൽ അത്രയും ഭഗവാനെ നല്ല നീളത്തിൽ തന്നെ ആ വനമാല അങ്ങനെ പോയിരിക്കുന്നു. പിന്നെയോ വനമാല മാത്രമല്ല, രത്നമാലകളും ഭഗവാനെ അങ്ങയുടെ വക്ഷസ്ഥലത്തിന് കാന്തിയേകുന്നു എന്ന് പറയുക വയ്യ. അങ്ങയുടെ വക്ഷസ്ഥലത്തിൽ കുടിയിരിക്കുന്നത് കൊണ്ട് അവയ്ക്കു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. ഇനി അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേകത്രിലോകീ വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മീ സ്ഫുടമണിരശനാ കിങ്ങിണീമണ്ഡിതം ത്വാം. ഇനി ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാനെ അങ്ങയുടെ ആ ഒരു അംഗങ്ങളിൽ നിന്നും ഭഗവാനെ ചുറ്റിനും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സൗരഭം, പിന്നെയോ ആ ഇടുങ്ങിയ അരക്കെട്ട്, അതിൽ ശോഭിക്കുന്ന ആ മഞ്ഞപ്പട്ട്, ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ആദ്യത്തെ വരിയിൽ അംഗേ പഞ്ചാംഗരാഗൈരതിശയ വികസത് സൗരഭാകൃഷ്ടലോകം. ഇനി അതത്രയും കൂടി ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഞ്ചാംഗരാഗൈരതിശയ വികസത് എന്നെടുത്തുകൊണ്ട് താഴെ സൗരഭാകൃഷ്ടലോകം. സൗരഭ ആകൃഷ്ടലോകമാണ്. സൗരഭം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു സുഗന്ധം. അപ്പോൾ പറയാണ് പഞ്ചാംഗരാഗൈർ അതിശയ വികസത്. അവിടെ ആ രായ്ക്ക് പഞ്ചാംഗരാഗൈർ അതിശയ വികസത്, അവിടെ ഒന്ന് ആകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. അതിശയ വികസതാണ് കഴിയുന്നതും. അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം, അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. സൗരഭ ആകൃഷ്ടലോകം, അങ്ങയുടെ ദേഹത്തു നിന്നും അങ്ങയുടെ ആ ഒരു പൂമേനിയിൽ നിന്നും ചുറ്റും പടർന്നുകൊണ്ടിരിക്കുന്ന സൗരഭം ഭഗവാനെ ആകൃഷ്ടലോകം, ഈ ലോകത്തെ ഒന്നാകെ ആകർഷിക്കുന്നതാണ് ഭഗവാനെ അങ്ങയിലേക്ക്. ആ ഒരു സൗരഭം ഒന്ന് മാത്രമേ വേണ്ടൂ ഭഗവാനെ. അങ്ങയുടെ സാമീപ്യം ഒരു പക്ഷേ ആ ഒരു ദിവ്യരൂപം നേരിൽ കണ്ടില്ലെങ്കിൽ പോലും അങ്ങയുടെ ആ ദേഹത്തിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സൗരഭം മൂക്കുകൾക്ക് മാത്രമല്ല, ആ മൂക്കുകളിലൂടെ നമ്മുടെ ഓരോ ജീവനെയും ഭഗവാനിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗരഭ ആകൃഷ്ടലോകം. പിന്നെ ലീനാനേകത്രിലോകീ വിതതിമപി കൃശാം. ലീന അനേകലോകിയാണ്, അതായത് അതിൽ ലയിച്ചിരിക്കുന്ന, ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന അനേക ലോകങ്ങൾ. വിതതിം അപി ആണ്. പിന്നെ കൃശാം ബിഭ്രതം മധ്യവല്ലീം. മധ്യവല്ലീം എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, കൃശാം എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയത്. പിന്നെ ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം. അവിടെ ശക്രാശ്മ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലക്കല്ലാണ്. ന്യസ്ത എന്ന് പറഞ്ഞാൽ പതിച്ചത്. തപ്ത ഉജ്ജ്വല കനകനിഭം, ഇന്ദ്രനീലക്കല്ല് പതിച്ച. തപ്ത എന്ന് പറഞ്ഞാൽ ആ ഒരു ചൂടുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വർണ്ണവർണ്ണത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ നല്ല ചൂടുള്ള ഒരു അഗ്നിയുടെ നിറം എന്താ? ആ ഒരു സ്വർണ്ണപ്രഭ. ഉജ്ജ്വല കനകനിഭം. പീതചേലം ദധാനം. ദധാനം എന്നാൽ ധരിച്ചിരിക്കുന്നു. അങ്ങയുടെ ആ ഒരു ഇടുങ്ങിയ അരക്കെട്ടിൽ സ്വർണ്ണവർണ്ണ പ്രഭാപൂരമായിട്ടുള്ള ആ പീതചേലം അങ്ങനെ ധരിച്ച് ഭഗവാനെ അങ്ങയുടെ ദേഹത്തിനെ അല്ല, ദേഹത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ആ പീതചേലത്തിനു പോലും, ആ മഞ്ഞപ്പട്ടിനു പോലും ഭഗവാനെ കാന്തിയേറുന്നു, സ്വർണ്ണപ്രഭയേറുന്നു. അങ്ങനെയുള്ള അതിനെ ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശന കിങ്കിണി മണ്ഡിതം ത്വാം. ധ്യായാമോ, അങ്ങനെയുള്ള ആ മഞ്ഞപ്പട്ടിനെ പോലും ധ്യാനിക്കുന്നു ഭഗവാനെ. എന്താ ഒരു ഭാഗ്യം ആ മഞ്ഞപ്പട്ടിൻ്റെ. എന്നിട്ട് പറയുകയാണ് ദീപ്ത രശ്മി സ്ഫുടമണിരശന കിങ്കിണി.
ദീപ്തരശ്മി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ആ ഒരു ഭംഗി പറയുകയാണ്. അത്യന്തം ദീപിതമായിട്ടുള്ളത്. സ്ഫുടമണി എന്ന് പറഞ്ഞാൽ ആ ഒരു രത്നങ്ങൾ കൊണ്ട്, ആ മിന്നിത്തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ച രശനാ കിങ്കിണി മണ്ഡിതം ത്വാം. ആ അരഞ്ഞാണത്തെയാണ് ഇവിടെ ഭഗവാനെ വീണ്ടും പറയുന്നത്. ആ മഞ്ഞപ്പട്ടിന് മുകളിലൂടെ ധാരാളം രത്നങ്ങൾ പതിച്ച അരഞ്ഞാണം ഭഗവാനെ അങ്ങ് ധരിച്ചിരിക്കുന്നു. ഇനിയും അടുത്ത ഈ ഒരു ശ്ലോകത്തിൽ, 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ ആ ലക്ഷ്മി ദേവിയെപ്പോലും ആകർഷിക്കുന്ന അങ്ങയുടെ ആ മനോഹരമായ ഊരുക്കളെ, തുടകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ തുടകളെയും പാദദ്വയങ്ങളെയും അഥവാ അങ്ങയുടെ ആ കാൽത്തളിരടി ഇണകളെയുമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താന്യസനധൃതസമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപ്രഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഘനമസൃണരുചൗ. അവിടെ ഭഗവാനെ അങ്ങയുടെ ആ തുടകൾ എങ്ങനെയുള്ളവയാണ്? ഘനമസൃണരുചൗ, വളരെയേറെ കാന്തിയേറിയ ശോഭിക്കുന്നതായിട്ടുള്ള മിനുമിനുത്തതായിട്ടുള്ള അങ്ങയുടെ ആ തുടകൾ ചിത്തചോരൗരമായ ആ രമയുടെ, ആ ലക്ഷ്മി ദേവിയുടെ ചിത്തത്തെ പോലും ചോരൻ ഭഗവാൻ അല്ലെങ്കിൽ തന്നെ ചോരനാണ്, എല്ലാവരുടെയും ചിത്തത്തെ ഹരിക്കുന്നവനാണ്. ഇവിടെയാകട്ടെ ഭഗവാനെ ആ മിനുത്ത ആ ഒരു കാന്തിയേറിയ അങ്ങയുടെ ഊരുക്കൾ, അങ്ങയുടെ തുടകൾ ആ ലക്ഷ്മി ദേവിയുടെ ചിത്തത്തെ ഹരിക്കുന്നതാണ്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കാനുള്ള വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശം ഉഭൗ. ധ്രുവം, അനിശം, ഉഭൗ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ധ്രുവമനിശം ഉഭൗ. പീതചേല ആവൃത അംഗൗ, പീതചേല ആവൃത അംഗൗ, ആ പീതചേലം കൊണ്ട് മഞ്ഞപ്പട്ടുകൊണ്ട് ചുറ്റിയിരിക്കുന്നു അങ്ങയുടെ അംഗങ്ങളെ. അങ്ങനെ ആ ഒരു ഭംഗിയെ, അതിനെ ഒരു പക്ഷേ ലോകത്തിന് മുഴുവൻ കാണാതെ ഇരിക്കാൻ വേണ്ടി മറച്ചിരിക്കുകയല്ല. കാരണം അതിനെ മറച്ചു വച്ചിരിക്കുന്ന അതിനുള്ളിലാണ് വിശ്വക്ഷോഭം വിശങ്ക്യ. ആ വിശ്വത്തിൻ്റെ ക്ഷോഭത്തെ മുഴുവൻ തൻ്റെ ആ ഉരുക്കളിലാണ് ഭഗവാൻ അങ്ങനെ മറച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ആ പീതചേലം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ആ നമ്രാണാം പുരസ്താന്യസനധൃത സമസ്താർത്ഥ പാളീ സമുദ്ഗച്ഛായം. ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ആ ഇതിൻ്റെ മുൻപിൽ ഭഗവാനെ പുരസ്താത് ന്യസന ധൃത സമസ്ത അർത്ഥപാളീ സമുദ്ഗച്ഛായം. പുരസ്താദ് എന്ന് പറഞ്ഞാൽ മുൻപിൽ. അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങയുടെ ആ ഒരു മനോഹരമായ തുടകൾ, അതിന് താഴെ ഇനി അടുത്ത പറയുന്ന കാൽമുട്ടുകളെക്കുറിച്ചാണ്. അതിൻ്റെ മുൻപിൽ ന്യസന ധൃത സമസ്ത അർത്ഥപാളി സമുദ്ഗച്ഛായം. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഭഗവാനെ ഈ അങ്ങയുടെ മുൻപിൽ നമസ്കരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുവാനെന്നോണം, അവരുടെ സകല അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുവാനെന്നോണം, അല്ലയോ ഭഗവാനെ, അവർക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ള മണിച്ചെപ്പുകളാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഭഗവാനെ അങ്ങയുടെ കാൽമുട്ടുകൾ. അതായത് ഭക്തർക്ക് വേണ്ടി തന്നെ സമർപ്പിക്കാൻ ഭഗവാനെ അവിടുന്ന് തയ്യാറെടുത്തിരിക്കുകയാണോ എന്ന് തോന്നുന്നു. അങ്ങയുടെ കാൽമുട്ടുകൾ കണ്ടാൽ അത്ര മനോഹരമായിട്ടുള്ള
കാൽമുട്ടുകൾ. ജാനുദ്വയം ജാനു കാൽമുട്ടദ്വയം, അങ്ങയുടെ 2 കാൽമുട്ടുകൾ. ക്രമപൃഥുല മനോജ്ഞേ ജംഘേ നിഷേവ. പൃഥുല മനോജ്ഞേ. ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നുണ്ട്. 3. ക്രമ പൃഥുല മനോജ്ഞേ. പൃഥുല മനോജ്ഞ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള അങ്ങനെയുള്ള ആ കാൽമുട്ടുകളെയും അതേപോലെ ജംഘേ എന്ന് പറഞ്ഞാൽ കണങ്കാലുകളെയും നിഷേവേ ഞാൻ ധ്യാനിക്കുന്നു ഭഗവാനെ. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ അങ്ങയുടെ ആ ഒരു പാദഭജനത്തിൻ്റെ ആ പാദങ്ങളുടെ ഭംഗി എന്ന് മാത്രമല്ല, ആ പാദങ്ങളിൽ ധരിച്ചിരിക്കുന്ന കാൽച്ചിലമ്പുകളുടെയും ഭംഗി വർണ്ണിക്കുക മാത്രമല്ല 9ാമത്തെ ശ്ലോകത്തിൽ ആ പാദപത്മങ്ങളിലെ ഒരു കുഞ്ഞു വിരലിൻ്റെ പോലും മഹത്വത്തെ ഉയർത്തി കാണിക്കുകയാണ് 9ാമത്തെ ശ്ലോകം. നമുക്ക് നോക്കാം. മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയൈത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം താതിമനുകലയേ മംഗളാമംഗുലീനാം. ഇവിടെ പറയുന്നത് മഞ്ജീരം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ കാൽച്ചിലമ്പുകൾ. മഞ്ജുനാഥൈർ ഇവ എന്ന 2 വാക്കുകൾ ചേരുന്നുണ്ട്. മഞ്ജുനാഥൈരിവ. പദഭജനം ശ്രേയ ഇത്യാലബന്ധം. ഇത് ആലബന്ധമാണ്. ആലബന്ധം എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയും, ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ആ പാദങ്ങളിലാണ് ഇരിക്കുന്ന ആ ഒരു ചിലമ്പുകൾ പോലും ഭഗവാനെ അവിടുത്തെ ആ ഒരു പാദഭജനത്തിൻ്റെ മഹത്വം, അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു കേമത്വത്തെ വിളിച്ചു പറയുന്നു ആ കാലിൽ കിടക്കുന്ന പൊൻചിലമ്പുകൾ പോലും. കാരണം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം. പ്രണതജന മനോമന്ദര ഉദ്ധാരകൂർമ്മം. ഇവിടെ പറയണം ആ പാദാഗ്രം ഭഗവാനെ അങ്ങയുടെ ആ ഒരു പാദത്തിലെ ആ ഒരു അഗ്രം മാത്രം മതി. എന്ത്? ഭ്രാന്തിമജ്ജത് പ്രണതജന മനോമന്ദരോദ്ധാരകൂർമ്മം. ഭ്രാന്തിമജ്ജത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മായയിൽ മുങ്ങിക്കിടക്കുന്ന ഭ്രാന്തമായ ഈ ഒരു സംസാര സാഗരത്തിൽ പെട്ടുകിടക്കുന്നവരുടെ അവർ അനുനിമിഷം ഈ ഒരു മായയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ ഉണർത്താൻ പോലും അവരെ ഉയർത്താൻ പോലും ഭഗവാനെ അങ്ങയുടെ ആ ഒരു പാദാഗ്രം മതി. എന്താ? മനോമന്ദരോദ്ധാരകൂർമ്മം. ആ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുവാൻ, ഒരു ആമയായി അവിടുന്ന് വന്ന് പൊക്കിയെടുക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാലാഴി മഥനത്തെ ഇവിടെ ഒന്ന് അനുസ്മരിക്കുന്നു എന്നേ ഉള്ളൂ. അതേപോലെ ഈ മനോമന്ദരത്തെ ഒന്ന് പൊക്കിക്കൊണ്ടുവരുവാൻ, ഈ സംസാരസാഗരത്തിൽ പെട്ടുകിടക്കുന്ന മനസ്സാകുന്ന ഈ മന്ദരപർവ്വതത്തെ ഒരു കൂർമ്മമായി വന്നുയർത്തുവാൻ നമ്മളെ, അഥവാ ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്നും ഈ ലൗകിക വിഷയങ്ങളിൽ നിന്നും നമ്മളെ ഒന്ന് വേർപെടുത്തി ഉയർത്തിക്കൊണ്ടുവരുവാൻ അവിടുത്തെ പാദങ്ങളുടെ ഒരു അഗ്രഭാഗം മാത്രം മതിയെന്നിരിക്കെ ഭഗവാനെ ഉത്തുംഗ ആതാമ്രരാജൻ നഖരഹിമകര. ഇവിടെ ഉത്തുംഗാതാമ്രരാജൻ നഖരഹിമകര. ഉത്തുംഗ എന്ന് പറഞ്ഞാൽ ഉയർന്ന എന്നുള്ള അർത്ഥത്തിൽ. ആതാമ്ര രാജൻ നഖര ഹിമകര. ആതാമ്ര എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്ന, ശോഭിക്കുന്ന. രാജൻ നഖര ഹിമകര. നഖരം എന്ന് പറഞ്ഞാൽ ആ നഖത്തിൻ്റെ, ഹിമകര എന്ന് പറഞ്ഞാൽ ആ ഒരു ഹിമകരം എന്നുകൊണ്ട് ചന്ദ്രൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇവിടെ ഭഗവാന്റെ ആ നഖങ്ങളുടെ ഭംഗി വർണ്ണിക്കുകയാണ്. അപ്പോൾ അതിനെ ആ ഒരു ഉയർന്നു നിൽക്കുന്ന ഭഗവാന്റെ ആ ഉയർന്ന മിന്നുന്ന നഖങ്ങളുടെ ആ നഖങ്ങളെ ഇവിടെ ഒന്ന് താരതമ്യം ചെയ്തിരിക്കുകയാണ് ചന്ദ്രബിംബങ്ങളായിട്ട്. അതിൻ്റെ ഒരു തൂനിലാവ് കൊണ്ട് തന്നെ ഭഗവാനെ അവിടുന്ന് ജ്യോത്സ്നയ
ചാശ്രിതാനാം ച ആശ്രിതാനാമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആശ്രിതന്മാരെ, ഭഗവാനെ അങ്ങയെ ആശ്രയിക്കുന്നവരെ, അങ്ങയുടെ ഭക്തരെ എന്താ പറഞ്ഞ, സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയെ മംഗളാം അങ്കുലീനാം. സന്താപധ്വാന്തഹന്ത്രീം, ഈ ദുഃഖങ്ങളായി സംസാര സാഗരങ്ങളാകുന്ന ഈ ഒരു അന്ധകാരത്തെ, ഹന്ത്രീം എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നത്, നശിപ്പിച്ചു കളയുന്നത്, തതിമനുകലയെ, തതിം അനുകലയെയാണ്. തതിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും, അങ്ങനെയുള്ള ആ ഒരു ഭംഗിയായ ഒരു നിരയായി നിൽക്കുന്ന ആ ഒരു നഖങ്ങളെ, അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു ഭഗവാനെ. മംഗളാം അങ്കുലീനാം, ഭഗവാനെ ഏറ്റവും മംഗളപ്രദായിനിയായിട്ടുള്ള അങ്ങയുടെ അങ്കുലീനാം, ആ വിരലുകളുടെ നഖങ്ങളെ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ഭഗവാനെ. ഞങ്ങളെയൊക്കെ ഈ സംസാര സാഗരത്തിൽ നിന്നും ഉയർത്താൻ ഭഗവാനെ അങ്ങയുടെ ആ ഒരു ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന നഖങ്ങളുടെ ആ ശോഭയൊന്നേ വേണ്ടു. അതിൻ്റെ ഒരു അറ്റം കൊണ്ട് ഞങ്ങളെയൊക്കെ ഈ സംസാര സാഗരത്തിൽ നിന്നും അങ്ങേക്ക് ഉയർത്തുക നിഷ്പ്രയാസം കഴിയുന്നതാണ് ഭഗവാനെ. അതുകൊണ്ട് തന്നെ ആ ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന അങ്ങയുടെ നഖത്തെ ഞങ്ങൾ നിത്യം അനുനിമിഷം ഭഗവാനെ അവിടുത്തെ ധ്യാനിക്കുന്നു ഭഗവാനെ. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ഇത്രയും അംഗങ്ങളെ ഓരോന്നോരോന്നായി വർണ്ണിച്ച ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാന്റെ അംഗങ്ങളെയൊക്കെ ഞാൻ ഇത്രയേറെ വർണ്ണിച്ചുവെങ്കിലും അതിലേറ്റവും മധുരതരമായിട്ടുള്ളത് ഭഗവാനെ അങ്ങയുടെ പാദങ്ങൾ തന്നെയാണ്. കാരണം യോഗീശ്വരന്മാർക്കൊക്കെ അഭയമായിട്ടുള്ളത്, ഭക്തർക്കൊക്കെ അഭയമായിട്ടുള്ളത് അങ്ങയുടെ ഈ പാദങ്ങളാണ്. അവരൊക്കെ കാണാൻ കൊതിക്കുന്ന ഈ പാദങ്ങൾ തന്നെയാണ് ഏറ്റവും മധുരതരമായിട്ടുള്ളത് ഭഗവാനെ. ആ പാദങ്ങളുടെ വർണ്ണനയാണ് അടുത്തതിനെയും 10ാമത്തെ ശ്ലോകത്തിൽ. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണാകാരുണ്യസിന്ധോ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണാകാരുണ്യസിന്ധോ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണാകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. വളരെ സുന്ദരമായ ഒരു ശ്ലോകമാണിത്. യോഗീന്ദ്രാണാം, ഇവിടെ ത്വദംഗേഷു അധിക സുമധുരം, ത്വത് അംഗേഷു അധിക സുമധുരം, അങ്ങയുടെ അംഗങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരതരമായിട്ടുള്ളത്. അതുകൊണ്ട് ത്വദംഗേഷു, ഇവിടെ ദായ്ക്ക് അകാരം കൊടുക്കുക. അതേപോലെ ത്വദംഗേഷു അധിക സുമധുരം, ശ്വ വരുന്നിടത്തും അകാരം കൊടുക്കുക. അധിക സുമധുരമാണ്. പിന്നെ അടുത്തത് ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂല. ഇതെല്ലാം ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഭഗവാനെ അങ്ങയുടെ യോഗീന്ദ്രന്മാർ പോലും കൊതിക്കുന്ന, മഹായോഗികൾ പോലും കൊതിക്കുന്ന അങ്ങയുടെ ആ പാദങ്ങൾ തന്നെയാണ് അങ്ങയുടെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും മാധുര്യമേറിയത്. പിന്നെ ഇവിടെ പറയുകയാണ്, ഭക്താനാം കാമവർഷദ്യുതരുകിസലയം, മോക്ഷം നേടിയവർക്ക് പോലും ഭഗവാനെ നാഥ തേ അങ്ങയുടെ പാദമൂലം, ഭഗവാനെ അങ്ങയുടെ ആ പാദങ്ങൾ തന്നെയാണ് അവർക്കും ആശ്രയമായിട്ടുള്ളത്. മോക്ഷം നേടിക്കഴിയുന്നവർക്കും ഭഗവാനെ അങ്ങയുടെ പാദങ്ങൾ തന്നെയാണ് ആശ്രയമായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ നിത്യം ചിത്തസ്ഥിതം,
ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും കുടികൊള്ളണമേ. ആ പാദപത്മങ്ങളെ എന്നും കാണുമാറാകണമേ ഭഗവാനെ. കാരണം ഈ അപേക്ഷ അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയോട് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താ? കാരുണ്യ സിന്ധോ, കാരുണ്യക്കടലാണ് അവിടുന്ന്. അപേക്ഷ കൈക്കൊള്ളുമെന്ന് ഉറപ്പുണ്ട് ഭഗവാനെ. തള്ളിക്കളയല്ലേ. ഹൃത്വാ നിശേഷതാപാൻ, എല്ലാ താപങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും ഹൃത്വാ, ഹരിക്കുന്നവനാണ്, ഇല്ലാതെയാക്കുന്നവനാണ്. അങ്ങനെ എൻ്റെ ഭഗവാനെ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മീം പ്രതിശതു, അതായത് നൽകുമാറാകണമേ. എന്താ? പരമാനന്ദ സന്തോഹ ലക്ഷ്മി, ആ പരമാനന്ദമാകുന്ന ആ ഒരു പ്രവാഹത്തിൻ്റെ സന്തോഹലക്ഷ്മിയും ആ ഒരു സമൃദ്ധിയെ വഴിപോലെ ഞങ്ങൾക്ക് നൽകണമേ. അതെപ്പോഴാണ് കിട്ടുക? എപ്പോഴും എന്നും എപ്പോഴും ഞങ്ങളുടെ ചിത്തത്തിൽ കുടികൊള്ളണമേ ഭഗവാനെ. ഇവിടെ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ, ആ ഒരു വരി 3 തവണ നമ്മൾ ജപിക്കേണ്ടതുണ്ട്. നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഇന്നും നമ്മുടെ ചിത്തത്തിൽ ഭഗവാനെ ആ സുന്ദരപാദങ്ങളെ കാട്ടിക്കൊണ്ട് അവിടുന്ന് ദർശനം അരുളയണമേ, കുടികൊള്ളയണമേ എന്ന ഒരു അപേക്ഷയാണ് ഇവിടെ ആ ഒരു വരിയിലൂടെ നമ്മൾ നടത്തുന്നത്. ഇനിയും 11ാമത്തെ ശ്ലോകം. ഇത്രയേറെ 100 ദശകങ്ങൾ എഴുതിയതിന് ശേഷവും ഭഗവാനെ കൺമുൻപിൽ കാണുകയും ചെയ്തു. ഭഗവാന്റെ അംഗോപാംഗ വർണ്ണനയും നടത്തി. പക്ഷേ അവസാനത്തെ ശ്ലോകത്തിൽ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ ഇത്രയും അറിഞ്ഞിട്ടും ഇത്രയും വർണ്ണിച്ചിട്ടും ഭഗവാനെ അവിടുത്തെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഭഗവാനെ, അവിടുത്തെ മഹത്വം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാനെ പൂർണ്ണമായിട്ടും എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ് ഈ 11ാമത്തേത്. നമുക്ക് നോക്കാം. അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതത്സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം ഇതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം ഇതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. നമുക്ക് നോക്കാം. നമുക്ക് എളുപ്പമാണ്. അജ്ഞാത്വ തേ മഹത്വം, അങ്ങയുടെ മഹത്വം, യദിഹ നിഗദിതം, യദ ഇഹ നിഗദിതം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യദിഹ നിഗദിതം. നിഗദിതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം തന്നെയും ഭഗവാനെ അങ്ങയുടെ മഹത്വത്തെ, അജ്ഞാത്വത്തെ മഹത്വം, അങ്ങയുടെ മഹത്വത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടൊന്നും അല്ല ഭഗവാനെ. അഥവാ പൂർണ്ണമായിട്ടും അങ്ങയുടെ മഹത്വത്തെ അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ. സ്തോത്രം ചൈതൽ സഹസ്രോത്തരമധികതരം. സ്തോത്രം ച ഏതതാണ് ചൈതത്, സഹസ്രോത്തരം അധികതരം, ഇങ്ങനെ 3 വാക്കുകളുണ്ട്. ച ഏതത് സഹസ്രോത്തരം അധികതരം, 4 വാക്കുകൾ. അപ്പോൾ സഹസ്രോത്തരം അധികതരം, അവിടെ മാ ജോയിൻ ചെയ്യാൻ വന്നതാണ്. അകാരം കൊടുത്തു വായിക്കുക. സഹസ്രോത്തരം അധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ഇവിടെ സഹസ്രോത്തരം അധികതരം എന്ന് പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, സഹസ്രം അധികതരം 1000-ൽ അധികമായിട്ടുള്ള സ്തോത്രങ്ങൾ. ഇത്രയും ഞാൻ ഇവിടെ എഴുതിയെങ്കിലും ഭഗവാനെ അവിടുത്തെ മഹത്വം വേണ്ട വിധത്തിൽ ഇപ്പോഴും അങ്ങോട്ട് അറിയാൻ കഴിയുന്നില്ലല്ലോ. ഈ എഴുതിയതാകട്ടെ എന്തിനു പിന്നെ എഴുതിയെന്നാണെങ്കിൽ ത്വത്പ്രസാദായ ഭൂയാത്, ഭഗവാനെ അവിടുത്തെ പ്രസാദത്തിന് വേണ്ടി, അവിടുത്തെ പ്രീതിക്ക് വേണ്ടിയാണ് ഭഗവാനെ ഇതൊക്കെ എഴുതിയത്. ഇത് തന്നെയാണ് നമുക്കും ഭഗവാനോട് പറയാനുള്ളത്. അവിടുത്തെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ, ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ. ചെയ്യുന്നതൊക്കെ അവിടുത്തെ പ്രീതിക്ക് വേണ്ടിയാകണമേ,
അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടിയാകണമേ, അവിടുത്തെ പ്രസാദത്തിന് വേണ്ടിയാകണമേ. ഇവിടെ പറയാണ് അടുത്ത ദ്വേധ നാരായണീയം ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന. അതാ ദ്വേധ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ. എന്താ ഇവിടെ ഈ നാരായണനായിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം എഴുതി, ഈ ഒരു ഗ്രന്ഥം എഴുതി, 1000-ലധികം സ്തോത്രങ്ങൾ എഴുതി. ആരെഴുതി? നാരായണൻ എഴുതി. ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതി. എന്തിനു വേണ്ടി? എങ്ങനെ? ശ്രുതിഷു ച ജനുഷ സ്തുത്യതാ വർണ്ണനേന. ശ്രുതിഷു ജനുഷ, ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാണ്. ശ്രുതിഷു വേദങ്ങളിൽ, അതുപോലെ ജനുസ്സു കൊണ്ട് അഥവാ അവതാരങ്ങളെ കൊണ്ട്, സ്തുത്യതാ വർണ്ണനേന അങ്ങയെ വർണ്ണിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും ഒക്കെ എഴുതി. സ്ഫീതം ലീലാവതാരേരിതമിഹ കുരുതാമായുരാരോഗ്യ സൗഖ്യം. സ്ഫീതം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പറയപ്പെട്ട, വളരെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ അറിവുകൊണ്ട് കഴിവുകൊണ്ടും അതിൻ്റെ പരമാവധി ഭംഗിയായി പറയപ്പെട്ട വർണ്ണിക്കപ്പെട്ട ലീലാവതാരേരിതമിഹ, ലീലാവതാരേഹി ഇതം ഇഹ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നുണ്ട്. ലീലാവതാരേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകളെ കൊണ്ടും അവതാരങ്ങളെ കൊണ്ടും, പല അവതാരങ്ങളിലും ഭഗവാനാടിയ ലീലകളെ കൊണ്ടൊക്കെ അതിനെ വർണ്ണിച്ചു. ഇതം ഇഹ, ഇങ്ങനെയുള്ള ഈ സ്തോത്രം ഇവിടെ, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ കുരുതാമായുരാരോഗ്യ സൗഖ്യം. കുരുതാം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുമാറാകട്ടെ ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ. എന്തിനായി? ആയുരാരോഗ്യ സൗഖ്യം. ഭഗവാനെ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകുമാറാകണമേ. അതിനായിക്കൊണ്ട് അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഈ ഒരു ഗ്രന്ഥത്തെ, 1000-ലധികം ശ്ലോകങ്ങളുള്ള ഈ ഒരു ഭഗവാനെ, ആ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഈ ഒരു ശ്രമത്തെ ഇവിടെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എന്തിനായിക്കൊണ്ട്? പ്രാർത്ഥിച്ചുകൊണ്ട്, ആയുരാരോഗ്യ സൗഖ്യത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇവിടെയും ആ 3-ാമത്തെ ഏറ്റവും അവസാനത്തെ വരി ഇതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം, അതും 3 വട്ടം പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ആ ദശകം പൂർണ്ണമായി തന്നെ വായിച്ച് നമുക്ക് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ദശകം 100 കേശാദിപാദ വർണ്ണനം. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസതുപനിഷത്സുന്ദരീമണ്ഡലൈശ്ച നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തംസാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ മന്ദാരസ്രഗ്നിവീതം തവ പൃഥുകബരീഭാരമാലോകയേഹം സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ഫാലബാലേന്ദുവീഥീം ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈർ ആവീതം ആനീലസ്നിഗ്ധപക്ഷ്മാവലിപരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരമാമുഗ്ധതാരം കാരുണ്യാലോകലീലാശിശിരിതഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോല്ലസദ്ഗണ്ഡപാളീ വ്യാലോലദ് കർണപാശാഞ്ചിതമകരമണി കുണ്ഡലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ദന്തപംക്തിസ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്ത
പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസതാം മേ ബാഹുദ്വന്ദ്വേന രത്നോജ്വലവലയഭൃതാ ശോണപാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയൂഖാങ്കുലീസംഗസാരാം കൃത്വാ വക്त्रारविन्दे സുമധുരവികസദ്രാഗമുദ്ഭാവ്യമാനേ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈः സിഞ്ച മേ കർണവീഥീം ഉത്സർപ്പത്കൗസ്തുഭശ്രീതദിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രതാനം നാനാവർണ്ണപ്രസൂനാവലികിസലയിനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈരതിശയവികസത്സൗരഭാകൃഷ്ട ലോകം ലീനാനേകത്രിലോകീ വിതതിമപി കൃശാം ബിഭ്രതം മധ്യവല്ലീം ശക്രാശ്മന്യസ്തതപ്തോജ്വലകനകനിഭം പീതചേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണി മണ്ഡിതം ത്വാം ഊരു ചാരു തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താന്യസനധൃതസമസ്താർത്ഥപാളി സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാദൈരിവ പദഭജനം ശ്രേയൈത്യാലപന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജന്നഖരഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗളാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണാകാരുണ്യസിന്ധോ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണാകാരുണ്യസിന്ധോ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണാകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതൽസഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാദ് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം ഇതമിഹ കുരുതാമായുരാരോഗ്യസൗഖ്യം ഇതമിഹ കുരുതാമായുരാരോഗ്യസൗഖ്യം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം
നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ദശകം വായിച്ച് നിർത്തുമ്പോൾ അടുത്ത ദശകത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്ലോകം കൂടി വായിച്ച് നിർത്തുക എന്നൊരു നിഷ്ഠയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അടുത്തത് എന്ന് പറയുമ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. അതായത് ഇവിടം കൊണ്ട് നിർത്തുകയല്ല, നമ്മൾ നാരായണീയം തുടർന്നും ഭഗവാനെ വായിച്ചു കൊള്ളാമെന്ന് ഭഗവാന് കൊടുക്കുന്ന ഒരു വാക്കാണത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ദശകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകം കൂടി വായിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഭഗവാൻ ഈ ഉള്ളവളെ കൊണ്ട് 100ാമത്തെ ദശകത്തിൽ ഭഗവാനെ അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ കേശാദിപാദം വർണ്ണിക്കാൻ ഈ ഉള്ളവൾക്കാവില്ല. എന്തൊക്കെയോ അവിടുന്ന് പറയിപ്പിച്ചതൊക്കെയും ഭഗവാനെ അവിടുത്തെ ആ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ, സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി വാക്കുകൾ പരിമിതങ്ങളാണെന്നറിയാം ഭഗവാനെ അവിടുത്തെ വർണ്ണിക്കുവാൻ. എങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പറയിപ്പിച്ചതൊക്കെ സമർപ്പിക്കുന്നതൊക്കെ തള്ളിക്കളയരുതേ ഭഗവാനെ എന്നൊരപേക്ഷയോടുകൂടി ഭഗവാനെ സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.